കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് എന്ന ആരോപണം. കോഴിക്കോട് നടുവട്ടം സ്വദേശി റാണി ഭായിയുടെ തോളിനിട്ട കമ്പി നീക്കം ചെയ്യുന്നതിനിടെ വീണ്ടും എല്ല് പൊട്ടിയെന്നാണ് പരാതി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് എല്ല് പൊട്ടാൻ കാരണമെന്ന് റാണി ഭായ് പറയുന്നു. റാണിബായ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. തോളെല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് കമ്പിയിടുകയും ചെയ്തു. 1.5 വർഷം കഴിഞ്ഞ് നീക്കം ചെയ്യണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഒക്ടോബർ 30-ന് വീണ്ടും റാണിബായ് ആശുപത്രിയിലെത്തിയത്. എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ പൊട്ടിയയെല്ല് കൂടിച്ചേർന്നതായി അറിയിക്കുകയും ചെയ്തു. ESN എക്സ്റേ എടുത്തത് തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ജോയിൻ്റ് ആയത്. അപ്പോൾ അവർക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഇത് ജോയിൻ്റ് ആയില്ല എന്ന് അവരെങ്ങനെയാണ് എന്നോട് പറയുക? ഞാൻ ഓർത്തോ വിഭാഗമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഞാനും ഒരു മനുഷ്യനാണ്, ഇതൊക്കെ അറിയാൻ എനിക്കും കഴിയും. സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് മാറ്റുന്ന ഘട്ടത്തിൽ വീണ്ടും എല്ലുകൾ പൊട്ടി. സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എക്സ്റേ എടുത്തതിൽ എല്ല് പൊട്ടിക്കിടക്കുക എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അനസ്തേഷ്യ തന്ന് മരവിച്ച എനിക്ക് കൈക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഓല ചുറ്റിക കൊണ്ട് ഇതെടുക്കുമ്പോൾ നല്ല വേദന വന്നിട്ടുണ്ട്. ഈ മരവിച്ച കൈ എനിക്ക് വേദനിക്കണമെങ്കിൽ അത്രത്തോളം ആഴത്തിലുള്ള അടിയാണ് അവരെന്നെ അടിച്ചത്. ആ അടിയുടെ കാരണം തന്നെയാണ് ഇത് പൊട്ടാൻ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. റാണിബായ് പരാതി നൽകിയിട്ട് പോലീസ് ജസ്റ്റ് ഫോണിൽ കൂടി എങ്ങാനും ഒരു മൊഴി എടുക്കുക എന്നല്ലാതെ ഒരു അന്വേഷണം കാര്യമായ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല എന്ന കുടുംബം പറയുമ്പം അതും വേദന ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തും. അവർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. മനുഷ്യാവകാശ പ്രവർത്തകൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സൂപ്രണ്ട് സ്വീകരിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട്. ലിനറ്റ്, ഈ സംഭവത്തിൽ റാണിയുടെ നിലവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവർ തുടർ ചികിത്സയ്ക്കായി മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇതിലൊരു പോലീസിന്റെ അന്വേഷണത്തിൽ അനാസ്ഥ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് എത്തരത്തിലാണ്? സംഗീത, ഈ ഒരു വിഷയത്തിൽ ഇതിപ്പം 1.5 വർഷമായി ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ഷോൾഡറിന് ഇട്ട ഈ ഒരു കമ്പി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു എല്ല് പൊട്ടിയ വിവരം ഈ റാണിബായ് അറിയുന്നത്. ഈ തുടർ ചികിത്സയൊന്നും തന്നെ ഈ ഒരു സർജറിക്ക് ശേഷം നൽകിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ഒരു സർജറിയിലൂടെ ശരിയായെന്നും ഇവർക്ക് മറ്റ് മെഡിസിൻസ് ഒക്കെ തന്നെ നൽകി മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടുവെന്നാണ് റാണിബായ് പറയുന്നത്. ഇതിനുശേഷം ഈ വിഷയം പറഞ്ഞുകൊണ്ട് കൃത്യമായുള്ള രീതിയിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഈ റാണിബായ് പരാതിപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇത് തെളിയിക്കാൻ കാര്യമായ തെളിവുകൾ ഉണ്ടോ എന്നും മറ്റ് രീതിയിലുള്ള സംസാരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് റാണിബായ് പറയുന്നത്. ഇതിനകത്ത് തെളിവ് എന്ന് പറയാനായിട്ട് ഈ ഒരു സർജറി നടത്തുന്നതിന് തൊട്ട് മുൻപായി എടുത്ത എക്സ്റേയും അതിനുശേഷമുള്ള എക്സ്റേയും മാത്രമാണ്. അന്ന് അത് പോലീസ് കൈവശം വെക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും റാണിബായ് അതിന് തയ്യാറാകാത്ത സ്ഥിതിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തെളിവുകളുണ്ട്, അത് കൃത്യമായി കോടതിയിൽ സമീപിക്കുമ്പോൾ മാത്രം നൽകുമെന്നാണ് റാണിബായിയുടെ നിലപാട്. കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2023-ലാണ് ഈ ഒരു ബൈക്കിൽ നിന്ന് വീണ് തോളെല്ല് പൊട്ടി റാണിബായ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലെത്തുന്നത്. അവിടെ നിന്ന് സർജറി ചെയ്ത് തോളെല്ലിന് കൃത്യമായുള്ള രീതിയിൽ പരിശോധനയ്ക്കൊക്കെ ശേഷം കമ്പി ഇടുകയായിരുന്നു. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം ഈ ഒരു കമ്പി നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നവംബർ 30-ാം തീയതി ഇതിന് തൊട്ട് മുമ്പുള്ള മാസം ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുന്നത്. ആ ഒരു സമയത്തെടുത്ത എക്സ്റേയിൽ കൃത്യമായി അതെ ഒക്ടോബർ 30-ാം തീയതി ഈ ഒരു സർജറിക്ക് വിധേയമാവുന്നത്. ആ ഒരു സമയത്തെടുത്ത എക്സ്റേയിൽ കൃത്യമായുള്ള രീതിയിൽ ഈ ഒരു എല്ലുകൾ തമ്മിൽ കൂടി യോജിച്ചു എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാണിബായ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സർജറിക്ക് ശേഷം 3-ാം ദിവസം എടുത്ത ശസ്ത്രക്രിയയിൽ ഈ എല്ലുകൾ തമ്മിൽ വേർപെട്ട രീതിയിലുള്ള എക്സ്റേ ആണ് നിലവിൽ കണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുകൂടി റാണിബായ്
പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയത് എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ റാണിബായ് പോലീസിനോടും ഈ ഒരു ഹോസ്പിറ്റൽ അധികൃതരോടും ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അസ്ഥികൾ തമ്മിൽ യോജിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തി ഈ കമ്പി നീക്കം ചെയ്തത് എന്നതൊരു ചോദ്യമായി തന്നെ തുടരുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പെടുത്ത എക്സ്റേയിൽ ഇത് കൂടി യോജിച്ചതായും അതിനുശേഷമുള്ള എക്സ്റേയിൽ ഇത് വേർപെട്ടതായിട്ടുമാണ് കാണുന്നത്. ഇതിന് കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം റാണിബായിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെയൊക്കെ ഇടപെടൽ, ഈ ഒരു പ്രവർത്തകരുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിലുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു സംശയമുള്ളത്, ഇവർ ഈ രണ്ടാമതായി പൊട്ടലുണ്ട് എന്ന് പറയുന്നു. ഈ പൊട്ടല് എത്തരത്തിലാണ് ഇവർ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർ തുടർ ചികിത്സയ്ക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു. ഈ പൊട്ടൽ അവിടെ ഉണ്ട് താനും. അപ്പോൾ നിലവിൽ അവർ വേദനയോടുകൂടി തന്നെ മുൻപോട്ട് പോകുന്ന സാഹചര്യമാണോ, അതോ വീണ്ടും ഇത്തരത്തിൽ ഈ സ്റ്റീൽ കമ്പി ഉപയോഗിച്ച് അത് വീണ്ടും സർജറി ചെയ്യേണ്ട അവസ്ഥയിലാണോ നിലവിൽ അവരിപ്പോൾ ഉള്ളത്? സംഗീത, തീർച്ചയായിട്ടും അവർക്ക് തുടർ ചികിത്സ ആവശ്യമാണ്. ഇപ്പോഴും വേദന കൊണ്ടാണ് ആ ഒരു റാണിബായ് തുടരുന്നത്. കാരണം വീട്ടിലൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നാണ് സങ്കടത്തോടെ ന്യൂസ് മലയാളത്തിനോട് റാണിബായ് സംസാരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം തന്നെയാണ് റാണിബായ്ക്കുള്ളത്. ഇനിയൊരു ബീച്ച് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി എത്താൻ പേടിയുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റ് മെഡിക്കൽ കോളേജിലോ മറ്റെവിടെയെങ്കിലും കൃത്യമായ ചികിത്സ അവർക്ക് നൽകണമെന്നും നിലവിൽ സാഹചര്യത്തിൽ വീണ്ടും ഇതുപോലെ ഒരു കമ്പി ചിലപ്പം ഈ ഷോൾഡർ എല്ലിന് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് റാണി മരിയയ്ക്കുള്ളത്. സംഗീത, ഇതിന്റെ ഈ സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണുള്ളത്? അവർ നൽകിയിരിക്കുന്ന വിശദീകരണം തൃപ്തികരമല്ലെന്നാണല്ലോ ഇവർ പറയുന്നത്. അതിലെന്താണുള്ളത്? അക്കാര്യങ്ങളെ ഇത്തരത്തിലാണ് ഈ മെഡിക്കൽ കാര്യങ്ങളെ അവർ അതിൽ വിശദമാക്കുന്നത്? ബീച്ച് ആശുപത്രിയിലെ വിഷയത്തോട് അനുബന്ധിച്ച് സൂപ്രണ്ട് നൽകിയ പരാതിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡോക്ടർമാരെ വെള്ളപൂശുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റാണിബായ് ആരോപിക്കുന്നത്. കാരണം ഈ പറയുന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ഒരു എല്ല് വേർപെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് സൂപ്രണ്ട് അതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമല്ല. ഒരു റീയൂണിയൻ എന്ന് പറയുന്ന നോൺ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ഇതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെല്ലാ രീതിയിലും കൃത്യമായ രീതിയിലുള്ള ശസ്ത്രക്രിയയും ചികിത്സയും ഒക്കെ തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ബീച്ച് ആശുപത്രിയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു 1.5 വർഷത്തിന് ശേഷമുള്ള ശസ്ത്രക്രിയയ്ക്ക് മുമ്പായിട്ട് എക്സ്റേ എടുത്തുവെന്നും അതിനകത്ത് ഈ ഒരു എല്ലുകൾ തമ്മിൽ അടുത്തിരിക്കുന്ന ഭാഗം ക്ലിയർ ആണെന്നും അത് ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഒക്കെ തന്നെയാണ് ഈ സൂപ്രണ്ടിൻ്റെ വിശദീകരണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സർജറി 1-ാം തീയതി നടത്തുന്നു. ഈ 1-ാം തീയതി നടത്തിയതിന് ശേഷമാണ് പിന്നീട് എടുത്ത 3-ാമത്തെ ദിവസം എടുത്ത എക്സ്റേയിലാണ് ഇത് വേർപെട്ടതായിട്ടുള്ള രീതിയിലേക്ക് ഡോക്ടറിന് ഇത് തെളിയുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇത് നോൺ യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം മാത്രമാണ് സൂപ്രണ്ട് ഈ ഒരു വിശദീകരണ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിന് തമ്മിലുള്ള 2 എക്സ്റേകൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ശസ്ത്രക്രിയയ്ക്ക് തൊട്ട് മുൻപായിട്ട് ഇത് അടുത്തിരുന്നതായിട്ടും അതിനുശേഷം ഇത് വേർപെട്ടതായിട്ടും വളരെ ക്ലിയറായി കാണാമെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. സംഗീത, ശരി. ലിനറ്റ്, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കെതിരായിട്ടാണ് റാണി ഭായ് എന്ന യുവതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലിനറ്റ് വർഗീസ് ആയിരുന്നു വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.